ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5th ചാപ്റ്റർ വരെയാണ് പറഞ്ഞത്. നമ്മൾ 6th ചാപ്റ്ററിലേക്കാണ് പോകുന്നത്, ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള റൈറ്റിംഗ്സിന്റെ വളരെ വ്യത്യസ്തമായ തലങ്ങൾ നമ്മൾ കണ്ടു. എങ്ങനെ ഒരു നല്ല ക്രിയേറ്റീവ് റൈറ്റർ ആവാന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. കൃത്യമായിട്ട് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താലേ ഒരു നല്ല ക്രിയേറ്റീവ് റൈറ്റർ ആവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഷോർട്ട് സ്റ്റോറി എഴുതുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ പോയം എഴുതുമ്പോഴും അല്ലെങ്കിൽ ഏതെങ്കിലും നോവൽസ് ഒക്കെ എഴുതുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ രചനകൾ മികച്ചതാക്കാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ അതിലാണ് ഇവിടെ പറയാ ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഷോർട്ട് സ്റ്റോറി എങ്ങനെ മികച്ചതായിട്ട് ഉണ്ടാക്കാം, നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ഷോർട്ട് സ്റ്റോറിനെ കൃത്യമാക്കി നല്ല രീതിയിൽ മികച്ചതാക്കാന്നുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഹൗ ടു മേക്ക് എ ഷോർട്ട് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്, അതാണ് ഫസ്റ്റ് നമ്മുടെ ടോപ്പിക്. എങ്ങനെ നമുക്കൊരു ഷോർട്ട് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാന്നുള്ളത്. Interesting plot involve striking incidents or twists make a short story interesting. For example, a fight between two stray bulls in a small town, which throw the life of the townsman around the street corner into total disarray, can be interesting. A strong dramatic content, memorable characters, conflict and tension also makes the story interesting. അപ്പോൾ നമ്മൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള നല്ല രീതിയിലുള്ള ചില പ്ലോട്ടുകൾ അല്ലെങ്കിൽ ചില കഥാതന്തുക്കൾ നമ്മുടെ ഷോർട്ട് സ്റ്റോറീസിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ആ ഷോർട്ട് സ്റ്റോറിനെ വളരെ മികച്ചതാക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാക്കും എന്നാണ് പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞ രണ്ട് കാളകൾ തമ്മിലുള്ള ഒരു പരാക്രമണങ്ങള് ആ ഒരു നാട്ടിലെ ആളുകളുടെ ജീവിതവും ആ നാട്ടിലെ ആളുകളുടെ ഒരു മാനസികാവസ്ഥയൊക്കെ തകരാറിലാക്കിയും അവരുടെ ദൈനംദിന ജീവിതത്തെ അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് സ്റ്റോറിയിലൂടെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നീഡ് ഫോർ ഡിസൈൻ, അത് നമ്മുടെ ഷോർട്ട് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീമാണ്. അതായത് നല്ല രീതിയിൽ ഒരു ഡിസൈന് നമ്മുടെ നോവലിന് അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഷോർട്ട് സ്റ്റോറി വളരെ രീതിയിൽ നല്ലൊരു പ്രതികരണം വായനക്കാരിൽ നിന്ന് നമുക്ക് നൽകും. എ ഗുഡ് സ്റ്റോറി ഹാസ് ബോത്ത് പ്രോമിസസ് ആൻഡ് ദ satisfying conclusion. The best structure also makes the reader anticipate a discovery at the end of his efforts, such as a glimpse of a god and a demand the patch of blue sky or whatever. As a result, before you begin writing a story, you must first create an ascending structure, the process and the peak. A story can be flat, circular, or labyrinth. The writer must be certain of his or her direction. A love story, for example, might include the traditional triangle, misunderstanding, and a simple sentimental reconciliation of at the end. അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കണ്ടന്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കണം. അതുപോലെ തന്നെ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ഒരു കഥ പറയുന്നത്, അല്ലെങ്കിൽ ഒന്നെങ്കിലും ലവ് സ്റ്റോറി ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാജഡി ഒക്കെ ആണെങ്കിൽ ആ ഒരു പരമ്പരാഗതമായ രീതിയിലുള്ള ചില വീക്ഷണങ്ങളുണ്ട് അല്ലെ. ആ വീക്ഷണങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ഷോർട്ട് സ്റ്റോറിനെ ആക്കി തീർക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ലവ് സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ എല്ലാ ലവ് സ്റ്റോറീസിലും ഒരു നായകനും നായികയും പിന്നെ നായികേനും മറിഞ്ഞിരിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലെ. ആ നമ്മുടെ ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി റൈറ്റിങ്ങിൽ പ്രധാനമായിട്ടും വരുന്ന ചില ക്യാരക്ടേഴ്സ് ആണത് ലവ് സ്റ്റോറി ആണെങ്കിൽ. അപ്പം അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം നമുക്ക് നമ്മുടെ ഇന്ന് നിന്റെ മൊയ്തി എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമുക്ക് അതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അപ്പു ഒരു പെൺകുട്ടീനെ ഇഷ്ടപ്പെടുന്നു, അതേ പെൺകുട്ടീനെ തന്നെ മൊയ്തീൻ ഇഷ്ടപ്പെടുന്നു. ആ രീതിയിൽ ട്രയാങ്കിൾ ആയിട്ടുള്ള ലവ് സ്റ്റോറി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് ഓരോ നല്ല ഡിസൈൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും. അതുപോലെ തന്നെ മാനർ ഓഫ് ടെല്ലിംഗ് എന്നതും ഷോർട്ട് സ്റ്റോറിയുടെ ഒരു പ്രധാന ആകർഷണീയത കൂടുന്ന ഒരു ഭാഗമാണ്. അതായത് നമ്മുടെ കഥാകൃത്ത് നല്ല രീതിയിൽ
ഈ ഒരു ഷോർട്ട് സ്റ്റോറി അവതരിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ ഇത് പിടിച്ചിരുത്തുമെന്നാണ് പറയാം. അപ്പൊ ആ വേ ഓഫ് ടെല്ലിങ്, അതായത് കഥ അവരോട് വായനക്കാരോട് എങ്ങനെ നമ്മൾ പറയുന്നു, എങ്ങനെ നമ്മൾ അത് എഴുതുന്നു, ആ എഴുതുന്നതിലൂടെ ആ വായനക്കാരത് വായിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന അനുഭൂതികളിലൊക്കെ ആ അനുഭൂതികളിലൂടെയൊക്കെ ആ വായനക്കാർക്ക് ആ ഒരു ഷോർട്ട് സ്റ്റോറിയിലുള്ള ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതിന് കാരണമാവും. അപ്പൊ അതും മാനർ ഓഫ് ടെല്ലിങ്ങും പ്രധാനമായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ്. If you plan ahead of time, you will know the direction your plot will take, including the climax. You will have no difficult telling the story. However, while writing, you must ensure that the reader follows you and does not abandon you in the middle. The manner in which the story is told is crucial. It entails considerations of piece, tone, and color that are particularly relevant to a short story as opposed to a നോവൽ. അപ്പൊ നോവലിനേക്കാളും കൂടുതലായിട്ട് ഷോർട്ട് സ്റ്റോറിക്കുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോവലിൽ വളരെ മികച്ച രീതിയിൽ നമുക്ക് കഥകൾ പറയാൻ പറ്റും. ഒന്നെങ്കിൽ വളരെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരാൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങള്, അയാളുടെ സ്വഭാവം, ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം നമുക്ക് ഒരുപാട് എഴുതുന്നതിലൂടെ വായനക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ ചെറുതാണ് അല്ലേ? 10ഓ 12ഓ പേജുകൾ മാത്രമുള്ളതായിരിക്കും ഷോർട്ട് സ്റ്റോറി. അതുപോലെ തന്നെ 300 400 പേജുകളൊക്കെയുള്ള നോവലിനേക്കാളും വളരെ ചെറിയതായിട്ട് ആളുകളുടെ സ്വഭാവവും അതുപോലെ തന്നെ ആ കഥയും ഒക്കെ പറഞ്ഞ് ഫലിപ്പിക്കാനായിട്ട് ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിന് കൊണ്ട് സാധിക്കണം. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ഒരു മാനർ ഓഫ് ടെല്ലിംഗ് എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ആകർഷണീയത കൂട്ടുന്ന ഒരു ഘടകമാണ്. നല്ല രീതിയിൽ ചുരുങ്ങിയ വാക്കുകളിൽ ആ കഥാപാത്രങ്ങളെ കുറിച്ചും കേന്ദ്രമായിട്ടുള്ള ആ വിഷയത്തെക്കുറിച്ചും നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം. പിന്നെ വരുന്നത് such poses are only necessary to brothers, not the relaxation introduced that may weaken the tone of urgency in anticipating that comes next. To accomplish this, the following guidelines for unrevealing the plot can be used. First one, use a direct and conversational tone. Avoid verbosity rather than the impressive parade of words. Try to charm the reader with the elegant tone of phrase. Avoid being obscure because it may given the impression that you don't care about the reader. അവസാനം എന്ന് പറയുന്നത് envelop your narrative with the quips, even if they are the expense of the character, as if your readers are a little wise than these poor characters. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ക്യാരക്ടേഴ്സിനെ നമ്മൾ രൂപകൽപ്പന ചെയ്തെടുക്കുകയും നല്ല രീതിയിൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരികയും ചെയ്യുന്നത് നമ്മുടെ ഷോർട്ട് സ്റ്റോറി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും. അപ്പൊ നമ്മുടെ ഈ നോവൽസിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നോവലിനേക്കാളും വളരെ കുറഞ്ഞ ആളുകളെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാവുകയുള്ളൂ കഥാപാത്രങ്ങളായിട്ട്. കാരണം 100 400 പേജുകളൊക്കെയുള്ള നോവലിൽ ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഷോർട്ട് സ്റ്റോറീസിൽ ഏകദേശം 8ഓ 10ഓ ഒക്കെ മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് ആ കഥ വളരെ മനോഹരമാക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ഇനി മെസ്സേജ് ആൻഡ് കമന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇതും നമ്മുടെ ഷോർട്ട് സ്റ്റോറിനെ മികച്ചതാക്കുന്ന ഒരു ഘടകമാണ്. അതായത് നല്ലൊരു രീതിയിലുള്ള മെസ്സേജ് കൊടുക്കാനായിട്ട് ആ സ്റ്റോറിക്ക് കഴിയണം. ഇപ്പൊ എല്ലാ കഥകൾക്കും അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ആശയമുണ്ട്, അല്ലെങ്കിൽ ഒരു ഗുണപാഠ കഥകളൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ? അപ്പൊ എല്ലാ സിനിമകൾക്കും അല്ലെങ്കിൽ എല്ലാ രചനകൾക്കും അതിൻ്റെതായ ചില വീക്ഷണങ്ങള്, അതിൻ്റെതായ ചില ആശയങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അത് കൊണ്ടുവരാറുണ്ട്. അപ്പൊ അതുപോലെ ഇവിടെ നല്ലൊരു മെസ്സേജും അതുപോലെ തന്നെ ഒരു കമന്റും ഒക്കെ നമുക്ക് ഈ ഒരു ഷോർട്ട് സ്റ്റോറീസിൽ ഉണ്ടാക്കിയെടുക്കണം. There should be a message in the meaning. It could be implicit commitment of the aspect of the human condition that you have highlighted in the story. It should elect the desired emotional response to a specific intellectual understanding in the reader's mind. The story will also fall short of your legitimate expectations if the plots and results is simply a checklist of or a sign rather than prompting the readers to pursue forethought. However, in order to effectively convey the intellectual message of the reader, the message should be
implicit in the story. Nothing repels a reader more than a didactic tone. So the author's voice should be muted. അപ്പോൾ ഈ ഒരു മെസ്സേജും കമന്റും നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ഈ ഓതർ നമ്മൾ എഴുതുന്നയാളുടെ എല്ലാവിധ ചിന്തകളും അല്ലെങ്കിൽ അയാൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് നല്ല ഭാഷയിൽ ഷോർട്ട് സ്റ്റോറിയിൽ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണുന്ന രീതിയിൽ നമ്മൾ രചിക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ മറ്റൊന്നാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. The atmosphere is an important aspect of fiction. It allows a writer to establish life-likeness and persuade the reader to accept the storyteller's word. The atmosphere is just as important in fiction as it is on earth. Without it, life forms and characters would perish. As a result, one of the most important aspects of a short story is atmosphere. അപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ അല്ലെങ്കിൽ കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിസ്ഥിതിയൊക്കെ നമ്മൾ വളരെയധികം വൃത്തിയാക്കിയിട്ട് വേണം നമ്മുടെ ആ ഒരു ഷോർട്ട് സ്റ്റോറിയിലേക്ക് ആ ഒരു ആൾക്കാരെ എത്തിക്കാനായിട്ട്. അപ്പൊ ആ ഷോർട്ട് സ്റ്റോറി പറയുമ്പോൾ ആ അറ്റ്മോസ്ഫിയർ ആളുകൾക്ക് കൂടുതൽ ഒരു അനുഭവവേദ്യമാക്കി കൊടുക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻസും അതുപോലെ തന്നെ പ്രകൃതി വർണ്ണനകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഫിക്ഷൻ സ്റ്റോറീസിൽ നമ്മൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ ഓരോ സ്റ്റോറീസും അതിൻ്റെതായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്താലേ വായനക്കാരെ കൂടുതൽ പിടിച്ചിരുത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സെറ്റിംഗ് ഇറ്റ് ഇൻ ടൈം എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട് ഇവിടെ. ഇഫ് എ വർക്ക് ഓഫ് ഫിക്ഷൻ is to sound authentic, it must be set in the both time and place. Most contemporary fiction is concerned with the present, the recent past, or the imagined future due to space constraints, and the time setting in all stories must be immediately recognizable. അപ്പോൾ സെറ്റിംഗ് ഇൻ ടൈം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഷോർട്ട് സ്റ്റോറീസ് കൃത്യമായിട്ടുള്ള ടൈം പ്ലേസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ട് എഴുതുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് വളരെ അനുഭവവേദ്യമായിട്ട് തോന്നും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സെറ്റിംഗ് ദ ലൊക്കേറ്റ് ആണ്. സെറ്റിംഗ് ദ local. The fiction word must always be set in both time and place. While a novel was a lot of room of create atmosphere, a short story is limited by its length. A novelist can build up the setting at his leisure, giving his characters lengthy backstories, detailed and legacies, the description of their school days, first loves, and even the emotional crisis of their childhood. A short story writer, on the other hand, cannot afford to dwell on the past for too long. His breakthroughs must be economical while also evocative. All references must be direct and informative. ഈ ഒരു ഷോർട്ട് സ്റ്റോറീസിൽ നമ്മൾ നല്ല രീതിയിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് വളരെ കുറച്ച് പേജേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഥകൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിൽ ക്യാരക്ടേഴ്സിന്റെ ഭാവി കാലം അല്ലെങ്കിൽ ബാല്യകാലത്തെ കാര്യങ്ങളോ അവരുടെ ഫസ്റ്റ് ലവിനെ കുറിച്ചോ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചുള്ള ക്രൈസിസിനെ കുറിച്ചോ ഒന്നും നമ്മൾ വിശദമായിട്ട് നമുക്ക് ചിലപ്പോൾ എഴുതാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് വളരെ ഷോർട്ടായിട്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില വളരെ ചെറിയ വാക്കുകളിൽ നമ്മൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറി കൃത്യമായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഷോർട്ട് സ്റ്റോറിയിൽ അധികം ക്യാരക്ടേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഉള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ വളരെ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. എങ്കിൽ മാത്രമേ ആളുകൾക്ക് ആ ഒരു കഥാപാത്രങ്ങളുമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചില സീരിയലുകളൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമകളൊക്കെ കാണുമ്പോൾ ആ കഥാപാത്രങ്ങൾ നമ്മളെ ആഴത്തിൽ സ്പർശിക്കാറുണ്ട് അല്ലെ. പ്രധാനമായിട്ടും മെയിൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും നമ്മളെ ആഴത്തിൽ സ്പർശിക്കാറ്. അപ്പൊ അവരുടെ ജീവിതവും അവരനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ചിലപ്പോൾ നമ്മളെയും ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്യാരക്ടേഴ്സ് നമ്മൾ ഷോർട്ട് സ്റ്റോറീസിൽ കൊടുക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സ് ഹൈലൈറ്റഡ് ആയിരിക്കണം. ആ ക്യാരക്ടേഴ്സ് അവർ അനുഭവിക്കുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കൂടെ അനുഭവവേദ്യമാകുന്ന രീതിയിൽ നമ്മൾ ആ ഒരു സ്റ്റോറിയിൽ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുകയും കൂടെ ചെയ്യണം. അപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. The plot is influenced by the characters. In a traditional short story, the structure is established first as it is the turn of events that provides the outcome, and then the characters are introduced.
However, it was result in the surprise provided by the character's twist of turns or an essentially intellectual or psychological revolution. It is preferable to careful select the characters before laying out the plot. This is because the characters' mental acumen and conditioning are more important than the situations they must deal with. ഓക്കെ, ഇനി ചൂസിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചൂസിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ദ ഫ്രാഗ്മെന്റേഴ്സ് യൂസ്ഡ് ഇൻ ക്യാരക്ടർ സെലക്ഷൻ ആർ കോമൺ ടു ഓൾ ഫിക്ഷൻ നോവൽസ് ഓർ ഷോർട്ട് സ്റ്റോറീസ്. യു മസ്റ്റ് ബി ഫെമിലിയർ വിത്ത് ദ characters to write about them in realistic detail and articulate their thoughts. They must be credible to you before your readers will believe them to be real. According to William Faulkner, the three sources you have to draw on you or for your fiction are experiences, observation and imagination, and your deficiency of one can be for by generous supplies from the others. അപ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ വ്യക്തിത്വമുള്ള ആളുകളെ ചൂസ് ചെയ്യാനായിട്ട് നമ്മൾ കൃത്യമായിട്ട് ശ്രമിക്കണം. കാരണം അവർ ശക്തമായ കഥാപാത്രങ്ങളാണ് നമ്മുടെ ഷോർട്ട് സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സഹായിക്കുക. അല്ലെങ്കിൽ ചില കഥാപാത്രങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില നമ്മൾ ആളുകളെ കണ്ടിട്ടുണ്ടാവും അല്ലെ, എന്ത് പറഞ്ഞാലും എല്ലാ ആളുകളും പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ. ഇപ്പൊ ഇന്ന ആൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ലാതെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള, സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുള്ള വ്യക്തികളെ നമ്മൾ കൂടുതലായിട്ട് ഈ കഥാപാത്രങ്ങളാകാനായിട്ട് പരിഗണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ ചൂസിങ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഷോർട്ട് സ്റ്റോറി മേക്കിങ്ങിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. നല്ല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരിക്കലും നല്ലൊരു കൃതി നമുക്ക് നമ്മുടെ ഒരു സമൂഹത്തിന് വായനക്കാർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ചൂസിങ് ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഷോർട്ട് സ്റ്റോറി എഴുതുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്യാരക്ടേഴ്സിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്യാരക്ടേഴ്സിനെ, നല്ല ക്യാരക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തു. ആ ചൂസ് ചെയ്താൽ മാത്രം പോരാ, ആ ക്യാരക്ടേഴ്സ് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ അവരുടെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാമൂഹികമായുള്ള ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു സ്ത്രീധന മരണം തുടങ്ങിയ എന്തെങ്കിലും ഒരു പ്രത്യേക പ്ലോട്ടാണ് നമ്മൾ ചെറുകഥയ്ക്ക് വേണ്ടി എടുക്കുന്നതെങ്കിൽ ആ ഒരു സ്ത്രീധനത്തെക്കുറിച്ചും ആ ഒരു സ്ത്രീധന മരണത്തെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്പ് ചെയ്ത് അത് അവസാനം നല്ല രീതിയിൽ തന്നെ അതിന്റെ എൻഡിങ്ങിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതുകൊണ്ട് ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ടാസ്കിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. A plot indicates movement in the time and space. The characters who are merely across to the plot cannot remain static. A character movement expands beyond the time-space dimensions. Any character, no matter how well conceived, would appear wooden and static if the simply moved along with the plot's demands and reacted predictably. It is critical that he grows and appears to grow. That is, his personality must emerge through the course of his thoughts and actions, so that he reveals himself fully and often unexpectedly at the end of the story. You should subject him to the pains of growing up. You make him go through a measure of inconsistencies and anxieties, contradictions and so on, revealing new facts of his characters each time he deals with the situation he consists as he may be on the wall. അപ്പം എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടാണ്. എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് ആർ ഓൾസോ those in which the modes are revised as a result of the change in sensibility over time. അപ്പോൾ എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് എന്ന് പറയുന്നത് നമ്മൾ ഭാവനാപരമായിട്ട് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ ഫിക്ഷൻ ആയിട്ട് നമ്മൾ ഒരു ഫിക്ഷൻ സ്റ്റോറീസ് അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ അടുത്തറിയാവുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുന്ന കഥകളെയാണ്, ചെറുകഥകളെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ കുറച്ച് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റി ഹീറോ സ്റ്റോറീസ് ഉണ്ടാവാം. കാരണം ചില കഥാപാത്രങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര അമാനുഷിക ശക്തിയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഷോർട്ട് സ്റ്റോറീസിൽ കാണാറുണ്ട് അല്ലെ. ഭയങ്കര ആധികാരികതയുള്ള, ഭയങ്കര എല്ലാവരെയും ഭരിക്കുന്ന, എല്ലാവരുടെയും നേതൃത്വമുള്ള അല്ലെങ്കിൽ നേതൃത്വ പാഠമുള്ള വ്യക്തികളെ നമ്മൾ ഷോർട്ട് സ്റ്റോറീസിലൊക്കെ നായകനായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. പക്ഷേ
നായക പദവി ഇല്ലാത്ത അല്ലെങ്കിൽ വളരെയധികം എല്ലാവരെയും പോലെ സാധാരണക്കാരനായ ഒരു വ്യക്തിയെ നായകനാക്കിയൊക്കെ നമ്മൾ ചിലപ്പോൾ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിനെ വെച്ചിട്ട് നമ്മൾ ഒരു കഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഹീറോ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നായക കഥാപാത്രം ഒന്നും ചിലപ്പോൾ ചില സ്റ്റോറീസിൽ ഉണ്ടാവില്ല, പ്രത്യേകിച്ച് എക്സ്പെരിമെന്റൽ സ്റ്റോറീസിൽ. അപ്പൊ ആ ഒരു സംഭവങ്ങളെയൊക്കെ വികാസപ്പെടുത്തി അല്ലെങ്കിൽ വികസിപ്പിച്ച് എഴുതുന്ന ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിൽ അത് ആന്റി ഹീറോ സ്റ്റോറീസ് ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിലുള്ള സ്റ്റോറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വായനക്കാരിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ സഹായകരമാകും. Anti-hero changes in traditional values and lifestyles are linked to the anti-hero stories. A definition features of the 20th century. A hero is typically someone it is the commanding persons with someone who is as great in life as he is in death, noble, proud, and nearly overwhelming. Stories with the anti-hero allow the writer to depict human nature in all of its complexities. The category includes characters from R.K. Narayanan, Malgudi stories. The anti-hero story arose primarily in the 20th century as a result of the people's awareness of oppression and injustice. He is a despised and disneered peasant, farmer, coolie or untouchable. He is having difficulty asserting his human identity. അപ്പോൾ ഇത്തരത്തിൽ ആന്റി ഹീറോയിഡ് ആയിട്ടുള്ള സ്റ്റോറീസിൽ എല്ലാ ആളുകളെയും ചിലപ്പോൾ നമുക്ക് നായകന്മാരായിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് ചിലപ്പോൾ വലിയ പവർ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരിക്കും. ആന്റി ഹീറോസ് ആയിട്ടുള്ള ചില സ്റ്റോറീസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സംഭവങ്ങളെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായിട്ടുള്ള വിവരം നമ്മളിലേക്ക് നൽകുന്നുണ്ട്. ഇപ്പൊ വളരെ ഫിക്ഷൻ ആയിട്ടുള്ള സ്റ്റോറീസ് അല്ലാതെ വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള സ്റ്റോറീസ് നമ്മളിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് ആണ്. ഇനി ആന്റി പ്ലോട്ട് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആന്റി പ്ലോട്ട് എന്ന് പറയുന്നത് ട്രഡീഷണൽ പ്ലോട്ട് വിത്ത് ദ ബിഗിനിങ്, മിഡിൽ ആൻഡ് end as well as a chronological progression of events was too patterned and artificial to reflect modern realities, complexities, the importance of science and technology on life, the breakdown of faith in providence and the divine scheme of things, extensive psychological research, and man's ongoing struggle against various forms of oppression all resulted in several new insights. As a result, the traditional plot has become an inadequate and flawed medium for expression and multifactored realities of modern life. A modern writer of short stories is more self-conscious. അപ്പോൾ ആന്റി പ്ലോട്ട് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു പ്ലോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ എഴുതുന്നത്, അല്ലെ? ഇപ്പൊ ആന്റി പ്ലോട്ട് ആയിട്ടുള്ള ചില സ്റ്റോറീസ് ഒക്കെ നമുക്ക് എക്സ്പെരിമെന്റൽ സ്റ്റോറീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്റ്റോറീസ് എഴുതുമ്പോൾ നമ്മുടെ കഥാകൃത്ത് എന്ന് പറയുന്നത് വളരെ കോൺഷ്യസ് ആയിരിക്കും, സെൽഫ് കോൺഷ്യസ് ആയിരിക്കും. അപ്പം പല രീതിയിൽ നമുക്ക് നമ്മുടെ സമൂഹങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഷോർട്ട് സ്റ്റോറീസിലാണെങ്കിലും നോവൽസിലാണെങ്കിലും നമുക്ക് ഈ മാറ്റങ്ങൾ കഥയെ പറയുന്ന രീതിയിലും കഥയുടെ വിഷയങ്ങളുടെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സിനിമകൾ അടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അറിയാൻ സാധിക്കും, അല്ലെ? പണ്ടത്തെ സിനിമകളിൽ നിന്ന് എന്തോരം ഡിഫറൻസ് ആണ് ഇന്നത്തെ സിനിമകളിലുള്ളതെന്ന്. അത് സ്ത്രീ കഥാപാത്രങ്ങളുടെ മാറ്റങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ മാറ്റങ്ങളാണെങ്കിലും കഥ പറയുന്ന രീതിയാണെങ്കിലും എല്ലാം വളരെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഡിഫറൻസ് നമ്മുടെ സിനിമയിൽ ഉണ്ടായിരുന്ന അതേപോലെയുള്ള ഡിഫറൻസ് നമ്മുടെ ഷോർട്ട് സ്റ്റോറീസിലും അതുപോലെ തന്നെ നോവൽസിലും പോയട്രിയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ കഥകളെ വളരെ ഡിഫറെന്റ് ആക്കുകയും വായനക്കാരനെ കൂടുതൽ ആകർഷിക്കുകയും ചെയ്യുന്നതാണ്. ഒരേ പാറ്റേണിലുള്ള കഥകൾ വായിക്കുമ്പോൾ വായനക്കാരന് ഒരുമാതിരി മടുപ്പ് തോന്നും, അല്ലെ? അപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള കഥകള്, പല ആഖ്യാന രീതികള്, നറേറ്റീവ് സെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ആ കഥകളെ കുറച്ചുകൂടെ മോർ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇതൊക്കെ സഹായിക്കും. ഇനി ഓപ്പൺ എൻഡഡ് നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. ഇതും എക്സ്പെരിമെന്റൽ സ്റ്റോറീസിൽ ഉൾപ്പെടുന്നതാണ്. The ending of traditional short story was built on the reader's expectation and the perceived narrative would be given meaning in the way it ended. This was the embodiment of our experimental writers. Among other things is fully communication to the reader the complexity of much of what was narrated and of life itself. As a result, they resulted
to the open-ended narrative in which conclusions are not always stated explicitly. They are sometimes left to the reader to form elements developed in the story. Quite often there are no conclusion to the stories. അപ്പോൾ ഓപ്പൺ എൻഡഡ് നറേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പരമ്പരാഗതമായ രീതിയിലുള്ള ചില ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വായിച്ചു തുടങ്ങുമ്പോഴേ അതിന് എൻഡിങ് എങ്ങനെയായിരിക്കും, എൻഡിങ് എപ്പോഴാണ് വരിക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ. ചില പഴയ സിനിമകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ട് ഈ കഥ പോകുന്നത്, ഈ കഥയുടെ അവസാനം എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇന്നത്തെ സിനിമകൾ എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ് അല്ലെ. ഇതിന്റെ അവസാനം എന്തായിരിക്കും, എന്തൊക്കെ ട്വിസ്റ്റ് ആണ് ഉണ്ടാവാന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയാം, നമുക്ക് ഷോർട്ട് സ്റ്റോറീസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോഴെന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ കഥയിൽ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇനിയും കഥ തുടരുന്ന രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാനായിട്ടും സാധിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഓപ്പൺ എൻഡഡ് നറേറ്റീവ് ആയിട്ടുള്ള ചില സ്റ്റോറീസിന്റെ ആഖ്യാന ശൈലിയൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റൽ സ്റ്റോറീസിലുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇന്നോവേഷൻസ് ഇൻ സ്റ്റൈലാണ് നമ്മൾ പറയുന്നത്, അതായത് അതിന്റെ രൂപവും ശൈലിയിലും ഉണ്ടായ വ്യത്യാസം. നോവൽസിനും ഷോർട്ട് സ്റ്റോറീസിലൊക്കെ ഉണ്ടായ രൂപത്തിലും ശൈലിയിലും ഒക്കെ ഉണ്ടായ വ്യത്യാസത്തെ കുറിച്ച് പറയുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സിനിമകൾ തന്നെ വളരെയധികം വ്യത്യാസപ്പെട്ടു തുടങ്ങി അല്ലെ. ആദ്യം പണ്ട് കാലം മുതലേ എന്തായിരുന്നു, ആദ്യമേ ഇങ്ങനെ നമ്മുടെ രചയിതാവ് ആരാണ്, അതുപോലെ തന്നെ പാട്ട് എഴുതിയത് ആരാണ്, പാട്ട് പാടിയത് ആരാണ്, ഇതൊക്കെ ആദ്യം എഴുതി കഴിച്ചതിന് ശേഷമായിരുന്നു കഥയിലേക്ക് വരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്, ചെറിയ ചെറിയ വ്യത്യാസമാണ് കേട്ടോ ഞാൻ പറയുന്നത്, വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ വ്യത്യാസമാണ്, വളരെ വിപുലമായിട്ടൊന്നും പോകുന്നില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താണ് കാണുന്നത്, എല്ലാം ഒരേ ടൈപ്പ് ആയിരുന്നു പണ്ടത്തേത്. എല്ലാം ആരൊക്കെയാണ് എഴുതിയത്, ആരാണ് ഡയറക്ട് ചെയ്തത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷമാണ് കഥ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ കഥ തുടങ്ങി അവസാനം ഒരു പകുതി ആകുമ്പോഴായിരിക്കും ഈ കഥയുടെ ഒരു ഹെഡിങ് അല്ലെങ്കിൽ ആ കഥയുടെ സിനിമയുടെ പേരൊക്കെ എഴുതി കാണിക്കുന്നത് തിയേറ്ററിൽ. ഹൃദയ മൂവിയൊക്കെ നോക്കുവാണെങ്കിൽ ഹൃദയം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ എഴുതി കാണിച്ചത് ആ ഒരു ഇന്റർവെല്ലിന്റെ ആ സമയത്താണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ സിനിമാ മേഖലകളിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മുടെ ഷോർട്ട് സ്റ്റോറീസിലും കഥാകൃത്തുക്കളുടെ ഇടയിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നോവേഷൻസ് ഇൻ സ്റ്റൈൽ എന്ന് പറയുന്നത് there are been so much innovation in the form and the style of the short story of recent years. New narrative forms have emerged as a result of a rich variety of style innovations, of experimentation. Newcomers to the sense include fictional text, short prose works, pieces and sketches. In the 19th and 20th centuries, realism was the dominant mode of fiction. As life became more complicated, both individually and social, realism or the mere depiction of surface events did not appear to be an adequate mode for representing it is all of its facts. Writers who were interested in developing into the minds of their characters rather than external events took the first step away from realism. അപ്പോൾ ഇന്നോവേഷൻ ഇൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു നമ്മുടെ നോവൽസിലും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസിലും ഉണ്ടായ ഈ ഒരു ആഖ്യാന രീതിയുടെയും അതുപോലെ തന്നെ അതിന്റെ നറേറ്റീവ് രീതിയുടെ ഒക്കെ വ്യത്യാസങ്ങളും അതിന്റെ പുതുമകളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. What are some of the ways in which you can make a short story interesting? ആ ഷോർട്ട് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ചില മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് എപ്പോഴും എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. പിന്നെ വന്നിട്ടുള്ളത് what are the features of an anti-hero explained with the example. ആന്റി-ഹീറോ മൂവീസ് അല്ലെങ്കിൽ ആന്റി-ഹീറോ ആയിട്ടുള്ള ചില കഥകളൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആന്റി ഹീറോസ് ആയിട്ടുള്ള കഥകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ അത്രയൊക്കെയാണ് ഇതിൽ നിന്ന് വന്നു കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് സ്റ്റോറി നല്ല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആക്കാനുള്ള ചില മാർഗങ്ങളും അതുപോലെ തന്നെ എക്സ്പെരിമെന്റൽ സ്റ്റോറീസ് ഏതൊക്കെയാണ്, എക്സ്പെരിമെന്റൽ സ്റ്റോറീസിന്റെ പ്രത്യേകത, ഇതൊക്കെ നമ്മളോട് ചോദിച്ചു കണ്ടിട്ടുള്ളതാണേ. അപ്പൊ അതൊക്കെ ഇതിൽ നിന്ന് പ്രധാനമായിട്ട് വന്നിട്ടുള്ളൂ. ഇനി ഈ 7th ചാപ്റ്റർ എന്ന് പറയുന്നത് റൈറ്റിംഗ് പോയട്രി ആണ്.
അതായത് നമ്മുടെ കവിത എഴുതുന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കവിത എത്രത്തോളം മനോഹരമാക്കാം, ഏതൊക്കെ രീതിയിലാണ് കവിത നമ്മുടെ മുന്നിലേക്ക് വരുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. A poem is not a jumbled collection of ideas or a collection of disappeared themes. Each successful poem is primarily concerned with advancing the central idea. A poem can also be called as an artifact, which is a skillfully created place. A poem builds to a climax before descending to some kind of resolution. A building plot, poet must learn how to poetry lend a poem. To be able to write poetry, you must first understand what goes into the creation of a poem. Not only must you decide which themes of address, but you must also structure it is such as a way that is captured and holds the reader's attention. It is if the first lines do not immediately capture the reader's attention, a poem has failed to take off. അപ്പോൾ നമ്മൾ ഈ ഒരു പോയം എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത് പോയത്തെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് അതിന്റെ ഹെഡിങ് തന്നെയാണ്. ആ ഒരു പോയത്തിന്റെ ഹെഡിങ് നമ്മളെ എത്രത്തോളം അട്രാക്ട് ചെയ്യുന്നു അതനുസരിച്ചാണ് നമ്മുടെ ആ ഒരു വായനക്കാരനെ ആ ഒരു പോയത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുക. അപ്പൊ മനസ്വിനി എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായ ഒരു കവിതയൊക്കെ നമ്മുടെ മലയാളികൾ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു മനസ്വിനി എന്നൊക്കെ പറയുന്ന ആ ഒരു കഥയുടെ ഒരു കവിതയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രീതിയിലുള്ള ഒരു കവിതയാണത്, അത് വായിക്കാൻ തോന്നും നമുക്ക്. അപ്പൊ ആ ഒരു ഹെഡിങ് എന്ന് പറയുന്നത് പ്രധാനമാണ്. അതുപോലെ തന്നെ നല്ല ആഖ്യാന ഭംഗി നമുക്ക് ആ ഒരു കവിതയ്ക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നല്ല രീതിയിലൊരു എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും ഒരു കാര്യമോ ഒക്കെ ആ ഒരു കഥയിലുള്ള ആ ഒരു കവിതയിലൂടെ ആ വായനക്കാരിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനും ഈ ഒരു കവിക്ക് സാധിക്കണം. അപ്പൊ ആ ഒരു കവിക്ക് സാധിക്കുന്ന ആ ഒരു വായനക്കാരനെ എത്രത്തോളം കവിക്ക് സ്വാധീനിക്കാൻ കഴിയും, ഇതൊക്കെയാണ് ഒരു കവിതയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് കവിതകൾ നമുക്കറിയാം അല്ലെ, നമ്മുടെ പല വിഖ്യാതരായിട്ടുള്ള മലയാള കൃതികൾ നമ്മുടെ രചയിതാക്കള് ഒരുപാട് കവിതകൾ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കവിതകളൊക്കെ നമ്മൾ എപ്പോഴും വേദനിപ്പിക്കുന്ന കവിതകളുണ്ട്. അതുപോലെ തന്നെ ആ കവിതകളിലൂടെ നമ്മൾ ഓരോ വ്യക്തികളുടെയും മനസ്സ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ആ വേദനകളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. A poem is not a jumbled collection of ideas or a collection of disappeared themes എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പോയംസ് വളരെയധികം നമ്മളെ സ്വാധീനിക്കാറുണ്ട്, നമ്മുടെ ആ ഒരു കഥയിലേക്ക് ആ ഒരു കവിതയിലേക്ക് നമ്മളെ ആഴ്ത്തി കൊണ്ടുചെല്ലാറുണ്ട്. കൊച്ചുപൂവേ കുഞ്ഞു പൂവേ അങ്ങനെ ഒരു കവിതയൊക്കെ ഉണ്ട്. വളരെ സുഗതകുമാരിയുടെ വളരെ പ്രശസ്തമായ കവിതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് സങ്കടം തോന്നുന്ന ഒരുപാട് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കവിതയാണ് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ വേദന പറയുന്ന ഒരു കവിത അല്ലെ. അപ്പൊ ആ ഒരുപാട് കവിതകൾ നമുക്കറിയാം. ആ കവിതകളിലൂടെ നമ്മൾ ഒരുപാട് കുഞ്ഞിലെ പഠിച്ചിരിക്കുന്ന കവിതകളിലൂടെ നമ്മൾ ഒരുപാട് ആ കവികളെ അറിഞ്ഞതാണ്. ആ കവിതകളിലുള്ള വ്യക്തികളുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ വേദനയെക്കുറിച്ചും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞതാണ്. അപ്പം കവിത എത്രത്തോളം നമ്മളെ സ്വാധീനിക്കുന്നു നമ്മൾ പറഞ്ഞു. ആ കവിത ഏറ്റവും ആസ്വാദികരമാകണമെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ ആ കവിതയുടെ ഹെഡിങ് വളരെ മനോഹരമായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി തീംസ് ഇൻ പോയട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ദ തീം ഈസ് ഓഫ് എ പോയം ഈസ് ഫ്രീക്വന്റ്ലി ഡിസൈഡഡ് അൺകോൺഷ്യസ്ലി. However, if you deliberated set out the choose and a theme that best fits the style and concerns, you choose from one of four options: persona, nature, sociological and romantic. Persona എന്ന് പറയുന്നത് persona of is speaking voice in a poem. There could be one or more voices. The poet's voice can be hard speaking directly to the reader listener. It might even adopt the reader's tone of voice. It could also the abstract voice of God. The poet frequently refers to himself in the third person. അതാണ് പേഴ്സോണ എന്ന് പറയാം. അതുപോലെ തന്നെ നേച്ചർ ലാൻഡ്സ്കേപ്പ്, അതും നമ്മുടെ ഒരു കവിതയിൽ വളരെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്.
Nature has always held a special place in poets' hearts. This is because nature represents stability and place in a ever-changing world. Nature also sharpness poets' perception, highlights their sensitivity to detail. The highlights their sense of mystery. The poet's ascendic sense is highlighted by nature's beauty and variety. For poets like Wordsworth and Robert Frost, nature is an extension of themselves. They appear to have close relationship with the clouds, birds, and the landscape. Before you begin writing nature poetry, you should determine whether you are suited to it. Nature, it is a live being, not just a fashionate object. It should evoke strong emotions in you and give you a new perspective on life. അപ്പൊ അത് നമ്മുടെ നേച്ചറും ലാൻഡ്സ്കേപ്പും നമ്മുടെ കവിതകളെ എത്രത്തോളം മനോഹരമാക്കുന്നു, കവിതകളിൽ ലാൻഡ്സ്കേപ്പിനെയും അതുപോലെ തന്നെ നേച്ചറിനുമുള്ള ഒരു പങ്ക് എത്രത്തോളമാണെന്ന് ഒക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ ചെറുപ്പത്തിൽ വായിച്ചിട്ടുള്ള കവിതകൾ നമ്മുടെ പ്രകൃതിയുമായിട്ടും അല്ലെങ്കിൽ പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളോ അല്ലെങ്കിൽ പക്ഷി മൃഗാദികളോ ഒക്കെ ആയിട്ട് എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം നമ്മുടെ പോയട്രിയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അത് കൂടുതൽ വായനക്കാരനെ ആസ്വാദികരമാകാനായിട്ട് സഹായിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ആണ്. The poem Direct Places by Robert Frost describe the nature. Snow falling, the night falling first, how first, if a field I looked into going past. അപ്പോൾ ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പ്ലേസസ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ കവിതകളെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കവിത എഴുതുന്ന വ്യക്തികളുടെ ഓരോ രചനകളെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. റോബർട്ട് ഫ്രോസ്റ്റിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് നേച്ചർ ഇവിടെ പറയുന്നുണ്ട്. നേച്ചറിനെ കുറിച്ച് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ സ്നോ ഫാളിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് ആ സ്നോ ഫാളിങ് നമുക്ക് എങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നു, ആ സ്നോ എങ്ങനെയുള്ളതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് ആ ഒരു കവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊന്നാണ് ഇമോഷണൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇൻ ദ ഫോളോയിങ് ലൈൻസ് റോബർട്ട് ഫ്രോസ്റ്റ് സേസ് ഇൻ ആൻ ഇമോഷണൽ മാനർ, the loneliness include me unawares, and lonely as it is hard loneliness will be more lonely. Here it will be less a banglet with whitens of behind snow. അപ്പോൾ ഇത്തരത്തില് വളരെയധികം ഇമോഷൻസ് ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്ക് കവിതകൾ വേണമെങ്കിൽ ഉൾപ്പെടുത്താം. ഒരുപാട് ഇമോഷൻസ് നമുക്ക് ആ കവിതകളിലൂടെ ആ വാചകങ്ങളിലൂടെ നമുക്ക് വായനക്കാരുമായിട്ട് പങ്കുവെക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു കവിതകളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ പോയം acquires a philosophical dimension and provides a new insight in the following lines. They cannot scare me with their empty spaces between stars on stars where no human race is. അപ്പോൾ ഇത്തരത്തില് നമുക്ക് വേണമെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ കവിതയിലൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഫിലോസഫി എന്ന് പറയുന്ന തത്വം അല്ലെ, തത്വങ്ങൾ പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര തത്വജ്ഞാനിയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഈ തത്വങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ കവിതകളിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള തീമുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിലൊന്നാണ് സോഷ്യോളജിക്കൽ തീം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള തീമുകൾ അല്ലെങ്കിൽ കഥാതന്തുക്കൾ അല്ലെങ്കിൽ കവിതാ വിഷയങ്ങൾ നമുക്ക് കവിതകൾ എഴുതുന്നതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പോയട്രി വിത്ത് സോഷ്യോളജിക്കൽ തീംസ് ക്യാൻ ഡീൽ വിത്ത് എ wide range of issues. One of the most common of these topics is politics. Historically, kings and queens were patterns, and may poets were content to work as court poets, praising their masters' bravery and generously. Even today, poet Laudinus are specifically appointed to write poetry with the current events. About sociological തീംസ് എന്ന് പറയുന്നത് സാമൂഹ്യശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിൽ നമുക്ക് വേണമെങ്കിൽ പോയംസ് എഴുതാം. നമ്മൾ സ്നേഹം, പ്രണയം, അതുപോലെ തന്നെ പ്രകൃതി ഭംഗി അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളുടെ മാത്രം മാനസികാവസ്ഥ ഇതൊന്നും വെച്ച് മാത്രം നമ്മൾ കവിതകൾ എഴുതാതെ
ഒരു പരിസ്ഥിതിന്റെ പ്രശ്നത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കവിതകൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്ന് പറയുന്നത് ആ കവിതകൾ വായിക്കുന്ന വ്യക്തികളെ ആ ഒരു സാമൂഹിക പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലരുത്തി വായിക്കാനും അതുപോലെ തന്നെ ആ ഒരു സാമൂഹിക പ്രശ്നത്തെ കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനൊരു പ്രതിവിധി കാണാനും ഒക്കെ വായനക്കാർക്ക് അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മള് മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം എന്നൊരു കവിത നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? പറയുന്നത് നമ്മൾ ആരെങ്കിലും പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത്തരത്തില് ഒരുപാട് ഗാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കവിതകളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചുറ്റുപാടുമുണ്ട്. അപ്പൊ ആ ഓരോ കവിതകളും ഓരോ സാമൂഹിക പ്രശ്നത്തെക്കുറിച്ചും ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ ആ പ്രശ്നങ്ങളെ കുറിച്ച് ഈ കവിതകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴത്തിൽ അത് പതിയുകയും അതിനെതിരെ നമുക്ക് തിരിയാനായിട്ട് ഒരു അവബോധം അല്ലെങ്കിൽ ഒരു പ്രചോദനം ലഭിക്കുകയും ചെയ്യും. പിന്നെ വരുന്നത് റൊമാൻറ്റിക് തീംസ് ആണ്. റൊമാൻറ്റിക് തീംസ് എന്ന് പറയുന്നത് നമുക്ക് പ്രണയത്തിലെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോയംസ് എഴുതാനായിട്ട് സാധിക്കും. Romantic themes include emotion and imagination, nature and social class. The changing and evolving world around romantic writers had a significant impact on them. It includes landscapes, religion, revolution, and peaceful beauty. Most likely, it is a lack of realism and restraint, excessive sweetness, emotion, sentimentally, a sighting, melting response to beauty, a proclivity for the vague and discursive to be too soft or ornate, and the overuse of objectives there are all characteristics or romanticism. The poem and Snake Charmers by സരോജിനി നായിഡു വാസ് റൊമാൻറ്റിക് തീംസ്. അപ്പോൾ റൊമാൻറ്റിക് തീമുകൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ പോയംസിൽ ഉപയോഗിക്കാം. ഇപ്പൊ റൊമാൻറ്റിക് തീംസിൽ കൂടുതൽ നേച്ചറും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ഇമോഷൻസും ഒക്കെയാണ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ആവുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ ക്ലാസ്സുകളൊക്കെ നമ്മുടെ പോയംസിൽ ഇൻക്ലൂഡ് ആവാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റൊമാൻറ്റിക് തീംസ് വെച്ച് നമുക്ക് വേണമെങ്കിൽ നല്ല രീതിയിലുള്ള പോയംസ് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ സ്ട്രക്ചർ ഓഫ് എ പോയം എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്ട്രക്ചർ ഓഫ് എ പോയം എന്ന് പറയുന്നത് അതിന്റെ ഒരു സ്ട്രക്ചർ ആണ് അല്ലെ? നമുക്ക് നല്ല രീതിയിൽ ഒരു പോയം എഴുതണമെങ്കിൽ അതിനൊരു നല്ല സ്ട്രക്ചർ ഉണ്ടാവണം. ആ സ്ട്രക്ചർ നമുക്ക് കൺവേ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് പോയംസ് അറിയാം അല്ലെ? പോയംസ് എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്കറിയാം. ഇങ്ങനെ വാരി വലിച്ച് ഒരേ നോവലൊക്കെ എഴുതുന്ന പോലെ നീട്ടി അല്ല നമ്മൾ എഴുതുന്നത് പോയംസ്. ആ ഒരു 2 or 3 വാക്കുകൾ ഒരു ലൈനിൽ കൊണ്ടുവന്നിട്ട് ബാക്കി താഴേക്ക് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അത് വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ എഴുതാറുള്ളത്. അതുകൊണ്ട് ആ സ്ട്രക്ചറിന്റെ ഒരു പോയമിന്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. There are no rules or formulates of creative writing. Rules govern writing mechanisms, but not poem composition. Of course, there is an element of craftsmanship involved. On the other hand, this is easily eradicated. The poet does not believe in the entire poem exists. An idea or image may embed. The experiences may take on a more or less identified form. A line or lines may emerge, and the rest must be worked out. Once you have the seed of an idea, line, or word, you must decide where to start and how to proceed. It should go without saying that a poem's mental conception and its formal beginning are two distinct things. അതുപോലെ തന്നെ where to begin എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. A poem can bring with the statement of the foreshadows and comes next. In other words, the poem progression would be an extension of the first statement. അപ്പോൾ where to begin എന്ന് പറയുന്നത് പ്രധാനമാണ്. എവിടുന്ന് തുടങ്ങും നമ്മുടെ കവിത എവിടുന്ന് തുടങ്ങും? അപ്പൊ ഈ ഒരു നോവലോ ഷോർട്ട് സ്റ്റോറിയോ പോലെ നമുക്ക് ആദ്യമേ ഒരു കഥാതന്തു കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ഇതിലല്ലായിരിക്കും പോയംസിൽ എഴുതുന്നത്. അപ്പോൾ അത് എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് കുറച്ചുകൂടെ ഒരു ടാസ്കിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് തീം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നമുക്കൊരു തീം ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ
ആ ഒരു പോയമിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു തീം ഉണ്ടെങ്കിൽ മാത്രമേ അത് വായനക്കാരെ കൂടുതൽ അഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു തീം ഡെവലപ്പ് എടുക്കേണ്ടതും നമ്മുടെ ഒരു പോയം റൈറ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. Every successful poem, whether visible or hidden, follows a pattern of thematic development. A poet may have a consciously incorporated this design into his poem, or he may be unaware that his poem, right in an inspired moment, has still acquired a distinct organizational mode. In the later case, the poet, like his reader, may be taken aback by how his imagination include him poem with a formal design. A good poem is imbued with his poem with a formal design. A good poem is more than a set of images or ideas. Every image or concept is dramatically related to the central theme, which is organically articulated, developed, and concluded. അപ്പൊ ഈ ഒരു തീം കണ്ടെത്തുക എന്ന് പറയുന്നതും അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നതും പോയം റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്. ഇനി കൺസിഡർ ദ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നതും ഇറ്റ്സ് ബിഗാൻ അറ്റ് ദ ഡോർ സ്റ്റെപ്പ് ആൻഡ് ഇറ്റ് ഓൾ എൻഡ്സ് ഇൻ മൈ ബെഡ്സ് മമ്മി കോഫിൻ. അപ്പോൾ കൺസിഡർ ദ ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പണിംഗ് ലൈനിനെ കുറിച്ച്. അപ്പം ആസ് എ റിസൾട്ട് ദ പോയം അൺഫോൾഡ് ഓൺ 2 ലെവൽസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഒരു പോയം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യം എന്താണ്, നമ്മളൊരു നല്ല രീതിയിലുള്ള ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം. നല്ല ഹെഡിങ് ഉണ്ടെങ്കിലേ അത് വായനക്കാരനെ കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ഇരുത്തുകയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ഒരു തീം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ റൊമാൻറ്റിക് തീം ആവാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സോഷ്യോളജിക്കൽ തീം വേണമെങ്കിൽ അതിനെ കൊടുക്കാം. ഒരു സാമൂഹ്യശാസ്ത്രപരമായ ഒരു തീം കൊടുത്തു കഴിഞ്ഞാൽ അതും വളരെ ഒരു സോഷ്യൽ ഇഷ്യൂ നമുക്ക് വേണമെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്ത് ഒരു നല്ല പോയമായിട്ട് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അതുകൂടാതെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വായനക്കാരന് ഒരു പോയത്തിന്റെ സ്ട്രക്ചറിൽ നമ്മൾ വേണം എഴുതാനായിട്ട്. അപ്പൊ ആ ഒരു സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു വാക്യ ഭംഗി, അല്ലെങ്കിൽ നമ്മൾ ഒരു കവിത വായിക്കുമ്പോൾ അതിനുള്ള ആഖ്യാന രീതി, ചിലപ്പോഴും ഒരേ വേർഡുകളിൽ തുടങ്ങുന്ന ചില പോയംസിന്റെ ലൈനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ലൈനുകളുടെ ഒക്കെ പ്രത്യേകത, അതുപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യുമ്പോഴുള്ള ഒരു ഭംഗി, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അപ്പൊ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ പോയം റൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് പറയാൻ. ഇനി ഇതിന്റെ ക്ലൈമാക്സ് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. The stage in the creation of a poem at which the tense effective on the poem are outstretched to their maximum intensity is known as a climax. A climax is usually present in poems with a progression pattern, but not in poem with a static pattern. Their influence is evenly distributed throughout the poem. The climax is unpredictable. There is no sense of anticipation or suspense. The build-up and the climax is known as suspense. Some poets use flatness or on purpose in earlier lines of gradual builds up to an inevitable climax. Shelley's Ozymandias gradually gains strength. The traveler describes a Brock status with a sculptor's face, a wrinkled lip, and the senior of called command the front. അപ്പോൾ ക്ലൈമാക്സ് നമ്മൾ ഏത് രീതിയിൽ നമ്മൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളതും ഈ ഒരു പോയംസിനെ സംബന്ധിച്ച് പ്രധാനമാണ്. കാരണം നമുക്ക് ഒത്തിരി ഒന്നും എഴുതാനായിട്ട് സാധിക്കില്ല അല്ലെ. നോവലിനേക്കാളും ചെറുതാണ് ഷോർട്ട് സ്റ്റോറിനേക്കാളും ചെറുതായിട്ടായിരിക്കും പോയംസ് നമ്മൾ തീർക്കേണ്ടത്. അപ്പോൾ വളരെ നല്ല രീതിയിൽ, വളരെ ഒരു കൺക്ലൂഷൻ എത്തുന്ന രീതിയിൽ, ഒരു അവസാനമാണ് എന്ന് ആളുകളെ അല്ലെങ്കിൽ വായനക്കാരെ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അതിന്റെ ക്ലൈമാക്സ് പോലെ തന്നെ എൻഡിങ് എങ്ങനെയാണെന്ന് ഉള്ളതും ഒന്ന് നോക്കാം. Poets end poetry when the pictures appears on the canvas, just as painters Van Gogh and Picasso say the entire picture was in their minds before they began painting, by which they meant when the primary vision, not the pictures as it appeared on the canvas. This is also true of poetry, as did in Greek mythology. A
poem does not emerge fully formed. It grows and the poem does not emerge fully formed. It grows and the poet ponders where and how it should end. It's partially a matter of presentation. A poem's form is determined by how and where it ends. A poet may, of course, write in the specific genre, such as an ode or a sonnet. അപ്പം he would be working within clearly defined parameters. In this case, the sunset from would answer the question of where to end, but not more how to end. Traditional forms, on the other hand, are rarely used nowadays, but the issue of form persists even when writing free verse. അപ്പോൾ ഇത്തരത്തില് എൻഡിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എൻഡിങ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ ആ ഒരു പോയത്തിന് അതിൻ്റെതായ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് സോഷ്യൽ തീംസ് ക്യാൻ ബി മെയ്ഡ് ദ സബ്ജക്റ്റ് ഓഫ് പോയട്രി? അപ്പൊ ഏത് തരത്തിലുള്ള സോഷ്യൽ തീമുകൾ നമുക്ക് വേണമെങ്കിൽ സബ്ജക്റ്റ് ഒരു പോയത്തിന്റെ സബ്ജക്റ്റ് ആക്കാം, അല്ലെങ്കിൽ തീം ആക്കാം നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിലുള്ള സബ്ജക്റ്റുകളായിരിക്കും നമുക്ക് തീം ആക്കാനായിട്ട് നമുക്ക് പറ്റുക എന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളാം. പിന്നെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what is the importance of nature and landscape for poets? Explain with examples. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് നേച്ചറും അതുപോലെ ലാൻഡ്സ്കേപ്പും പോയറ്റ്സിന്റെ പോയംസ് വളരെയധികം മനോഹരമാക്കുന്നു എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. കാരണം എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് പോയംസ് മനോഹരമാക്കാൻ സാധിക്കുന്നോ ആ ഒരു പോയംസ് മനോഹരമാക്കുന്നതിനനുസരിച്ച് നമ്മുടെ വായനക്കാരൻ കൂടുതൽ അതിലേക്ക് അട്രാക്റ്റീവ് ആവും. അപ്പം നല്ല രീതിയിൽ ഈ ഒരു നേച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഒക്കെ നല്ല രീതിയിലുള്ള വിവരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നമ്മൾ ആ കഥ നടക്കുന്ന അല്ലെങ്കിൽ ആ പോയം നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ആ സംഭവങ്ങൾ നടക്കുന്ന ആ ഒരു പ്രദേശത്തെ കുറിച്ച് നമ്മുടെ വായനക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു അറിവ് കൊടുക്കാനായിട്ട് ഈ ലാൻഡ്സ്കേപ്പും അതുപോലെ തന്നെ നമ്മുടെ നേച്ചറൊക്കെ നല്ല രീതിയിൽ വർണ്ണിക്കുന്നത് സഹായകരമാവും. ഇനി വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് പോയംസ്? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പോയംസും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതുപോലെ തന്നെ സിമിലാരിറ്റീസ് എന്താണെന്ന്. അപ്പൊ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് 10-12 പേജുകളിൽ ഒതുങ്ങുന്നതാണ്. അതുപോലെ തന്നെ 2, 3, 4, 5, 6 ഒക്കെ ക്യാരക്ടേഴ്സേ ഉണ്ടാവുള്ളൂ. അതുപോലെ വലിയ രീതിയിലുള്ള ബാക്ക് സ്റ്റോറീസ് പറയലോ ഒന്നും ആ ഒരു ഷോർട്ട് സ്റ്റോറീസിൽ ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പോയംസ് എന്ന് പറയുന്നത്. വലിയ രീതിയിൽ ഒരുപാടൊന്നും പോയത്തിന് നമുക്ക് സ്പേസ് കൊടുക്കാറില്ല അല്ലെ. നമ്മൾ കൃത്യമായിട്ട് ഒരു പേജിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് പോയംസ് കൂടുതലായിട്ട് വന്നു കണ്ടിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ പോയംസും അധികം ക്യാരക്ടേഴ്സിനെ ഒന്നും ഉൾപ്പെടുത്താത്ത രീതിയിലുള്ള കഥകളാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് പറയാൻ. ഇനി ഇമാജിനറി ആൻഡ് സിംബൽസ് എന്ന് പറയുന്ന 8th ചാപ്റ്റർ ഒന്ന് നോക്കാം. ഇമാജിനറി ആൻഡ് സിംബൽസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ കഥയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗുമായി ബന്ധപ്പെട്ട 2 ഘടകങ്ങൾ തന്നെയാണ്. Poets combine various types of images and achieved the desired poet effects. They use literature, perceptual or conceptual images. In addition, they use visual, auditory, olfactory, tactile, abstract or kinesthetic image. Imaginary, olfactory, tactile, abstract or kinesthetic image. Imaginary is a the term used in the described and representation of sensory in a term used to describe the representation of sensory or extrasensory experience using language. A poet experience is depersonalized and universalized through images. അപ്പോൾ നമുക്ക് ഇമാജിനറി ആൻഡ് സിംബൽസ്, നമുക്ക് ചില ഇമാജിനറി സിംബൽസ് ഒക്കെ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിംഗിൽ ഉപയോഗിച്ചാൽ മാത്രമേ അത് നമ്മുടെ റൈറ്റിങ്ങിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പൊ ഇമാജിനറി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇമേജസ് അപ്പിയർ ഇൻ ബോത്ത് പ്രോസ് ആൻഡ് പോയട്രി, but in different ways in narrative and lyric modes. Poetry has the power of a general statement with a universal significance and pose imaginary rarely. It ever achieves this is due in part of the lyric modes operation within the through images. An image is frequently dismantled
and reassembled within a single poem. Equally frequently, the opposite procedures is used. The greatest master of image use among prose writers, Franz Kafka, appears to feel the think through images. Some good examples include the castle, the trial metamorphosis, the country doctor, and the killing machine in the panel settlement. അപ്പൊ അതുപോലെ തന്നെ സിമ്പിൾസ് എന്ന് പറയുന്നത് പ്രധാനമാണ്. എ പേഴ്സൺ തിങ് പ്ലേസ് ഇവന്റ് ഓർ ആക്ഷൻ ആൻഡ് implies something other than its literally meaning is referred to as a symbol. Symbols is poetry can be conventional with a means something that is widely recognized or represent a specific idea. But represents romantic love or beauty, or literacy with a means something that goes beyond a traditional public meaning. അപ്പം ഈ ഒരു സിമ്പിൾസ് എന്താണ്, അതുപോലെ തന്നെ ഇമാജിനറി എന്താണെന്നൊക്കെയാണ് 8th ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിമ്പിൾസും അതുപോലെ തന്നെ ഇമാജിനറി ഒക്കെ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ എത്രത്തോളം മനോഹരമാക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നല്ല രീതിയിൽ നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ നല്ല രീതിയിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം. അപ്പൊ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മെറ്റാഫോർ, അതുപോലെ തന്നെ ഇന്നോവേഷൻസ്, മെറ്റീരിയൽ സ്ട്രക്ചേഴ്സ്, റിതം, ലാംഗ്വേജ് ആൻഡ് ഡിക്ഷൻ, അതുപോലെ തന്നെ വേർഡ്സ് ഇൻ പോയട്രി, മാറ്റർ, 4 kinds of matter, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും തന്നെ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കണമെങ്കിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് എപ്പോഴും വളരെ മനോഹരമായിട്ട് തീരണം. ആ മനോഹാരിതയാണ് നമ്മുടെ ക്രിയേറ്റീവ് റൈറ്റിങ്ങിനെ ആളുകളിലേക്ക് എത്തിക്കുന്നതും അവർക്ക് നല്ല രീതിയിൽ അത് ആസ്വാദികരമാക്കാനൊക്കെ സഹായിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് വരിക ഒരു പോയട്രി എങ്ങനെ നമ്മൾ ഉണ്ടാക്കണം എന്നുള്ള കാര്യം പ്രധാനമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് സ്റ്റോറീസ് നമ്മൾ എങ്ങനെ മനോഹരമാക്കുക എന്നുള്ളതും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ്, അതുപോലെ നമ്മുടെ പോയട്രീസ്, അതുപോലെ നമ്മുടെ നോവൽസ്, ഇതെല്ലാം നല്ല രീതിയിൽ എങ്ങനെ എഴുതാം എന്നുള്ളത് ക്രിയേറ്റീവ് റൈറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. അടുത്ത ദിവസം നമുക്ക് ഈ ഒരു ഇമാജിനറി അതുപോലെ തന്നെ സിമ്പിൾസിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.